BJP ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ വിളിപ്പിച്ചിട്ടും ഹാജരാകാതെ പരാതിക്കാർ. ഇന്നലെ ഹാജരാകാനായിരുന്നു അന്വേഷണ കമ്മീഷൻ നൽകിയ നിർദ്ദേശം. ഇതോടെ അന്വേഷണ കമ്മീഷന് മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല. പരാതിക്കാരില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കും. അച്ചടക്ക നടപടി ഭയന്ന് പരാതിക്കാർ മുങ്ങി എന്നതാണ് വിമർശനം. ശ്രീകുമാർ, ബാലമുരളി എന്നിവരാണ് പരാതിക്കാർ. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പരാതിക്കാർ ഹാജരായില്ല എങ്കിൽ പരാതിക്കാരില്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയും. അത് തന്നെയാണ് ആവശ്യവും. തീർച്ചയായിട്ടും അന്വേഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന രണ്ടുപേർ, ബാലമുരളി, ശ്രീകുമാർ, ഈ രണ്ടുപേരും 2 തവണയായി ഹാജരായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ പരാതിയിൽ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയും മേഖലാ ഭാരവാഹികളെയും ഒക്കെ, അതായത് ആരോപണ വിധേയരായവർ വന്ന് മൊഴി കൊടുത്ത് തെളിവുകൾ ഹാജരാക്കിയിട്ടും ഇതിലെ പരാതിക്കാർ വന്ന് തെളിവ് കൊടുക്കാനോ മൊഴി കൊടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് BJPക്കകത്ത് ഏറ്റവും കൂടുതൽ വലിയ തോതിൽ ചർച്ചയാവുകയും BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രതിക്കൂട്ടിലാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ ആരോപണത്തിൽ അച്ചടക്ക നടപടിക്ക് വേണ്ടി അച്ചടക്ക സമിതി നിയോഗിച്ച് അന്വേഷണ കമ്മീഷനായി കുമ്മനം രാജശേഖരനും P കൃഷ്ണദാസും ഒക്കെ മൊഴിയെടുപ്പുമൊക്കെ ആരംഭിച്ചിട്ടും ഈ പരാതിക്കാർ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. പരാതിക്കാർ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരാകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിന് വലിയ നേട്ടമായി മാറും. കാരണം പരാതിക്കാരില്ല എങ്കിൽ പരാതിക്കാരില്ല എന്ന് പറഞ്ഞ് ഈ അന്വേഷണം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മൊഴി രേഖപ്പെടുത്താൻ എന്തായാലും അന്വേഷണ കമ്മീഷന് മുമ്പിൽ പരാതിക്കാർ എത്തിയിട്ടില്ല. 2 പരാതിക്കാരാണുള്ളത്. 2 പേരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പരാതിക്കാരില്ലെങ്കിൽ പരാതിയുമില്ല എന്നതാണ് അതിന്റെ അർത്ഥം.